നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 500 കിലോമീറ്റർ അകലെയുള്ള ശത്രുനീക്കം വരെ പകർത്തുന്ന പ്രതിരോധ ഉപഗ്രഹം അന്വേഷയെ ഇല്ലാതാക്കാൻ PSLVയെ അട്ടിമറിച്ചത് കേരളത്തിലാണോ എന്ന സംശയം ഉയരുന്നു. ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ വ്യക്തതയോടെ പകർത്താൻ ശേഷിയുള്ള പ്രതിരോധ വകുപ്പിന്റെ അന്വേഷണ എന്ന ഉപഗ്രഹം കത്തിയമർന്നതിൽ പ്രധാനമായും ഉൾപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കുതിപ്പിന് തിരിച്ചടിയാണ്. DRDOയുടെ ഇൻസ്ട്രുമെന്റ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അന്വേഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹൈപ്പർ സെക്ടറൽ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. 15 പേലോഡുകൾ UK, ബ്രസീൽ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചെറു ഉപഗ്രഹങ്ങളും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ പരീക്ഷണ ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ 61ാം PSLV ദൗത്യവും പരാജയമായിരുന്നു. 2025 മെയ് മാസത്തിലായിരുന്നു ഈ വിക്ഷേപണം നടന്നത്. പ്രതിരോധ വകുപ്പിന്റെ നിർണായകമായ ഉപഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടാണ് PSLV 61 അന്ന് കുതിച്ചുയർന്നത്. ഇതിന്റെ P2 എന്ന 3ാം ഘട്ടമാണ് ഇപ്പോൾ പരാജയപ്പെട്ടത്. ഈ ഘട്ടത്തിലെത്തുമ്പോൾ റോക്കറ്റിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതോടെ പറക്കൽ ദിശ മാറിപ്പോവുക വഴി ക്രമേണ റോക്കറ്റ് തലയിൽ കുത്തി താഴെ വീഴുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന ഉപഗ്രഹങ്ങളെ വഹിച്ച് ബഹിരാകാശത്തേക്ക് പകർന്ന C-61, C-62 എന്നീ PSLV റോക്കറ്റുകളുടെ വിക്ഷേപണം പരാജയപ്പെട്ടതിന് പിന്നിൽ ചൈന നടത്തിയ അട്ടിമറിയാണെന്ന ആരോപണം ഉയരുന്നുണ്ട്. കാരണം ISRO എന്ന ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച വിശ്വസ്തതയുള്ള റോക്കറ്റാണ് PSLV. എന്നിട്ടും ഇത് എങ്ങനെ പരാജയപ്പെട്ടു എന്നതിനെ കുറിച്ച് ചോദ്യങ്ങളും ഉയരുകയാണ്. ഒരു ബാഹ്യശക്തിയുടെയും അട്ടിമറിയില്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കാതിരിക്കാൻ ചൈനയാണ് ഈ 2 PSLV ദൗത്യങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നതെന്ന വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. ചൈന ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെ കൂടി ഇതിന് പ്രയോജനപ്പെടുത്തിയോ എന്ന വശവും പരിശോധിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കുതിപ്പ് പകരുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഈ 2 PSLVകളിലും ഉണ്ടായിരുന്നു. ചന്ദ്രയാൻ, ആദിത്യ L1 എന്നീ ഉപഗ്രഹങ്ങൾ കൂടി ചേർത്താൽ ആകെ 64 PSLV റോക്കറ്റുകൾ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിൽ 59 ദൗത്യങ്ങൾ വിജയിച്ചപ്പോൾ 5 എണ്ണം പരാജയത്തിന്റെ ചൂടറിയുകയും ചെയ്തു. 4 ദൗത്യങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോൾ ഒരെണ്ണം ഭാഗികമായി പരാജയപ്പെട്ടു. പക്ഷേ 61ാമത്തെയും 62ാമത്തെയും PSLV ദൗത്യങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിന്റെ നിർണായകമായ ഉപഗ്രഹങ്ങൾ ഉണ്ടായതിനാൽ ഇവയെ അട്ടിമറിച്ചതായിരിക്കാമെന്നും ചില നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും ഇത് അട്ടിമറിക്കപ്പെട്ടതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്ത്യയുടെ PSLV 62 എന്ന റോക്കറ്റ് തകർന്നു വീണതോടെ ഇത് തകർത്തതാണോ ഈ അട്ടിമറിക്ക് നീക്കത്തിന് മുന്നിൽ തിരുവനന്തപുരം തുമ്പയിലെ VSSയിലെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുകൂടി അന്വേഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സാക്ഷാൽ അജിത് ഡോവലിനെ തന്നെ ഇപ്പോൾ രംഗത്തിറക്കിയത്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രോട്ടോകോൾ പോലുമില്ലാതെ, കോൺവോയ് പോലുമില്ലാതെ, ആരും അറിയാതെ 4 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ തുമ്പ VSSയിലെത്തി അവിടെ 2 ദിവസങ്ങളിലായി 6 മീറ്റിംഗുകളിൽ പങ്കെടുത്ത് മടങ്ങിയത്. VSSC ഡയറക്ടർ രാജരാജൻ വരെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അജിത് ഡോവൽ ഇവിടേക്ക് എത്തിയത്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ചാരൻ ഇവിടെ തുമ്പയിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടേക്ക് അജിത് ഡോവൽ എത്തിയത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ.